ഭിത്തിയിലുള്ള പേശികൾക്ക് ദൗർബല്യം സംഭവിക്കുമ്പോൾ ഉള്ളിലെ കുടൽ മുതലായ അവയവങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്നതാണ് ഹെർണിയ അഥവാ കുടലിറക്കം. ഭാരം ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ കഠിനമായ ജോലി ചെയ്യുമ്പോഴൊക്കെ ഹെർണിയ ഉള്ള ഭാഗത്ത് വേദനയും വീക്കവും അനുഭവപ്പെടും. 10 മുതൽ 15% പേർക്ക് ഹെർണിയ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ചികിത്സയ്ക്ക് ഇപ്പോൾ ആധുനിക മാർഗങ്ങളാണുള്ളത്. വയറിൻ്റെ പേശി ദൗർബല്യം ഉള്ള ഭാഗത്ത് ഒരു മുഴയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ മുഴ സാവധാനം വലുതാകുന്നതും ആദ്യഘട്ടത്തിൽ വേദന ഇല്ലാത്തതുമായിരിക്കും. പക്ഷെ പിന്നീട് തുടർച്ചയായി നിൽക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ തുടങ്ങും. ഹെർണിയ പുറത്തേക്ക് തള്ളി വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുമെങ്കിലും കിടക്കുമ്പോഴും കൈകൊണ്ട് പതുക്കെ അമർത്തുമ്പോഴും മുഴ ഉള്ളിലേക്ക് പോകും. ഏറ്റവും സാധാരണയായി കാണുന്ന ഹെർണിയ നാഭി പ്രദേശത്തുള്ളതാണ്. ഇൻഗ്വൈനൽ ഹെർണിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ അസുഖം ആണുങ്ങളിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. വൃഷണസഞ്ചിയിലേക്ക് വൃഷണം ഇറങ്ങി വരുന്ന സ്ഥലത്തെ ബലം കുറഞ്ഞ ഭാഗത്തുകൂടിയാണ് ഇത് വരുന്നത്. വൃഷണം ഇറങ്ങുന്ന ഭാഗത്ത് ജന്മനാൽ ഉള്ള ഒരു സഞ്ചി മൂലം മാസം തികയാതെ പ്രസവിക്കപ്പെടുന്ന ആൺകുട്ടികളിൽ ഇത് കൂടുതലായി കാണും. ഇതുകൂടാതെ പൊക്കിൾ ഭാഗത്ത് കാണുന്ന ആംബിലിക്കൽ ഹെർണിയ, പൊക്കിളിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന എപ്പിഗാസ്ട്രിക് ഹെർണിയ, മേജർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വരുന്ന ഇൻസിഷണൽ ഹെർണിയ തുടങ്ങിയ പലതരം കുടലിറക്കങ്ങളും അല്ലെങ്കിൽ ഹെർണിയകളും വയറിൻ്റെ പല ഭാഗത്തായി കാണപ്പെടും. പുകവലി, തുടർച്ചയായ ചുമ, തുമ്മൽ, മൂത്രമൊഴിക്കാനുള്ള തടസ്സം, മലശോധനയ്ക്കുള്ള തടസ്സം, അമിതവണ്ണം, അധിക ഭാരം ഉയർത്തേണ്ടി വരിക എന്നിവയാണ് ഹെർണിയയെ വലുതാക്കാനുള്ള കാരണം. ഹെർണിയ പൂർണ്ണമായി മാറാൻ ശസ്ത്രക്രിയ തന്നെയാണ് പോംവഴി. പരമ്പരാഗതമായ രീതിയിൽ 6 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വലുപ്പമുള്ള മുറിവിലൂടെ ഹെർണിയ പരിഹരിക്കുന്ന രീതിയാണിത്. പൊക്കിളിനുള്ളിൽ ഉണ്ടാകുന്ന 1 സെൻറ്റിമീറ്റർ മുറിവിലൂടെ ഒരു ലാപ്രോസ്കോപ്പിക് ട്യൂബ് കടത്തി ചെയ്യുന്ന താൽക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ഇപ്പോഴത്തെ രീതി. ചെറിയ മുറിവുകളായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദനയും കുറവായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 ഹെർണിയായിരുന്നു ഉണ്ടായിരുന്നത്.